നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ബെനിസി. പ്രധാന വാർത്തകൾ. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ ഭക്തസംഘടനാ സമ്മേളനം ദൗത്യം 2025 സംഘടിപ്പിച്ചു. കുരിയച്ചിറ മാർ മാറിസ്ലീഹ പള്ളിയിൽ മാർ മാറിസ്ലീഹയുടെ ഓർമ്മദിനം ആചരിച്ചു. മാർ തോമസ് ലീഹ പള്ളിയിൽ ട്രാൻസ്പേഴ്സണൽ ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. ബംഗളൂരു മാർ തിമോത്തിയോസ് ഇടവകയിൽ ഫസ്റ്റ് എയ്ഡ് കോഴ്സ് സംഘടിപ്പിച്ചു. നെല്ലങ്ങര മാർ എസ്തപ്പനോസ് സഹദാ പള്ളി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ ഭക്തസംഘടനാ സമ്മേളനം ദൗത്യം 2025 സംഘടിപ്പിച്ചു. ഈ ലോകപാപികൾക്കു വേണ്ടി യേശുക്രിസ്തു പരാജയപ്പെട്ടതുപോലെ കുറ്റങ്ങളിലും കുറവുകളിലും അകറ്റി നിർത്താതെ ചേർത്ത് പിടിച്ച് തിരുത്തുവാനും കരുതുവാനും അവരുടെ കഴിവുകൾ സമൂഹത്തിനെ പ്രയോജനപ്പെടുത്തുവാനും സഭാ സംഘടനാ നേതൃത്വങ്ങൾക്ക് കഴിയണമെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ വിവിധ ഭക്തസംഘടനകളുടെ പൊതുസമ്മേളനത്തിൽ ദൗത്യം 2025 സഭാ ശാക്തീകരണം സംഘടനകളിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു ചാണ്ടി ഉമ്മൻ. മാർ അപ്രേം മെത്രാപ്പോലിത്തയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ജിതിൻ ബെനഡിക്ട് മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. കേന്ദ്ര ട്രസ്റ്റ് ചെയർമാൻ അബിജെ പൊന്മനിശ്ശേരി, മഹിളാ സമാജം ജനറൽ സെക്രട്ടറി മേരി പോൾ, മെൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മെറീജ് തിമോത്തി, വിമൻസ് യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നീതു ലിൻഡോ, യൂത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നിതിൻ സണ്ണി, ട്രസ്റ്റീസ് വൈസ് ചെയർമാൻ ഗിഫ്റ്റൻ കെ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ഭക്തസംഘടനാ പ്രതിനിധികൾ ആശയങ്ങളും കാഴ്ചപ്പാടുകളും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് അംഗങ്ങൾ കല്ലൂർ മാർ മത്തായി സ്ലീഹ പള്ളി സന്ദർശിച്ചു. ഇടവക വികാരി ഫാദർ ജസ്റ്റിൻ നീലങ്കാവിൽ, സഹവികാരി ഡേവിഡ് ചുങ്കത്ത് എന്നിവർ അംഗങ്ങളെ സ്വീകരിച്ചു. ഇടവക പാരിഷ് കൗൺസിൽ അംഗങ്ങളും ഭക്തസംഘടനാ ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. കുരിയച്ചിറ മാർ മാറിസ്ലീഹ പള്ളിയിൽ 2025 ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച ഇടവകയുടെ നാമധേയത്തിലുള്ള വിശുദ്ധനായ മാർ മാറിസ്ലീഹയുടെ ഓർമ്മദിനം ആചരിച്ചു. രാവിലെ 7 മണിക്ക് ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി വർഗീസ് കശീശയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. വികാരി ബഹുമാനപ്പെട്ട ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ കശീശ, സഹവികാരി ബഹുമാനപ്പെട്ട CD ഫ്രാൻസിസ് കശീശ എന്നിവർ സഹകാർമ്മികരായിരുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സ്നേഹവിരുന്നും ഇടവക ഒരുക്കിയിരുന്നു. കുരിയച്ചിറ മാർ മാറിസ്ലീഹ പള്ളിയിലെ മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുടുംബ പ്രാർത്ഥനാ കൂട്ടായ്മ ഇത്തവണ ഇടവകാംഗം ശ്രീ സ്റ്റാൻലി ജോൺ കണിമംഗലത്തുകാരന്റെ ഭവനത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. വികാരി ബഹുമാനപ്പെട്ട ഫാദർ ഡെന്നി ജോൺ തലോക്കാരൻ കശീശ, അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ഫാദർ CD ഫ്രാൻസിസ് കശീശ, മെൻസ് അസോസിയേഷൻ അംഗങ്ങൾ എന്നിവർ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കുചേർന്നു. പട്ടിക്കാട് മാർ തോമസ് ലീഹ പള്ളിയിൽ ട്രാൻസ്പേഴ്സണൽ ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. പള്ളിയിലെ എല്ലാ അംഗങ്ങൾക്കും ട്രാൻസ്പേഴ്സണൽ സ്പെഷ്യലിസ്റ്റ് രാജേഷ് നവനീത് ക്ലാസ് എടുത്തു. ഇടവക വികാരി ഫാദർ സിറിൽ ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടവക ജനങ്ങൾക്ക് തങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ കണ്ടെത്താൻ ട്രാൻസ്പേഴ്സണൽ തെറാപ്പി ക്ലാസ് സഹായകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൈക്കാരൻ ഷാജി KL സ്വാഗതവും ട്രഷറർ ബിജു പൊന്മാണി നന്ദിയും പറഞ്ഞു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ബംഗളൂരു മാർ തിമോത്തിയോസ് ഇടവക വിമൻസ് യൂത്ത് അസോസിയേഷനും അക്സ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ട്രെയിനിങ്ങും സംയുക്തമായി ഓഗസ്റ്റ് 10 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം CPR, AED ആൻഡ് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് സംഘടിപ്പിച്ചു. വിമൻ യൂത്ത് അസോസിയേഷൻ ട്രഷറർ ശ്രീമതി ജാസ്മിൻ ജോസഫ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഡോക്ടർ നാഗാർജുന ക്ലാസ് നയിക്കുകയും ചെയ്തു. ഇടവക വികാരി റവറൻ ലിജോ റാഫേൽ കശീശ, ഷമ്മാശന്മാരായ ജോൺ തോംസൺ വട്ടക്കുഴി, ലൈജു വട്ടക്കുഴി എന്നിവരും ഇടവക പാരിഷ് കൗൺസിൽ അംഗങ്ങളും സഭാ വിശ്വാസികളും ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. വിമൻ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ശ്രീമതി നീതു വിപിൻ നന്ദി പറയുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാനാവശ്യമായ നൈപുണ്യങ്ങളും ആത്മവിശ്വാസവും വളർത്താൻ ഈ പരിശീലനം സഹായിക്കും. ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന പ്രായോഗിക പരിശീലനങ്ങൾ അപകടം, രോഗാവസ്ഥ, പ്രകൃതി ദുരന്തം മുതലായ സാഹചര്യങ്ങളിൽ സമയോചിതമായ ഇടപെടൽ വഴി
സമൂഹത്തിന്റെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നു. അടിയന്തര പ്രതികരണ ശേഷി എന്നിവ വഴി ഒരു വ്യക്തി മാത്രമല്ല മുഴുവൻ സമൂഹത്തിനും പ്രയോജനം ലഭിക്കുന്നു. വിമൻ യൂത്ത് അസോസിയേഷന്റെ സമർപ്പണവും സേവന മനോഭാവവും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും ഈ ബോധവൽക്കരണം വലിയ സംഭാവനയായി മാറുന്നുവെന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രചോദനത്തിനും ഐക്യത്തിനും വഴിതെളിക്കുന്നുണ്ടെന്നും വികാരി അഭിപ്രായപ്പെട്ടു. നെല്ലങ്ങര മാർ എസ്താപ്പാനോസ് സഹദ പള്ളി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നവതിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റിക്കറിന്റെ പ്രകാശനം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഭയിലെ സീനിയർ വൈദികൻ ബഹുമാനപ്പെട്ട AC അന്തോണി കശീശ നിർവഹിച്ചു. നവതിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ പതാകയുടെ പ്രകാശനം ഇടവക സഹവികാരി MD അബി കശീശ, ഇടവക വികാരി റവറന്റ് ഡോക്ടർ മൈക്കിൾ വള്ളോന്ദ്ര എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഇടവക കൈക്കാരന്മാരായ ശ്രീ തിമോത്തി വടക്കൻ, ശ്രീ ജിസ്മോൻ ഡേവിസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ശ്രീ ജീസ് AJ, ജിൻസൺ പോൾ എന്നിവർ സന്നിഹിതരായിരുന്നു. നവതി പ്രമോഷൻ ആൻഡ് പബ്ലിസിറ്റി അംഗങ്ങളായ രേഷ്മ ടോണി, സിജി ജീസ്, ജോയ്സി സെബി, ജിബി ഫ്രാൻസിസ്, ഡിക്സൺ തിമോത്തി, ലിൻഡോ വർഗീസ്, റിയോ ജോസി, റിൻഡോ ജോസി എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.